ആര്യനാട് പള്ളിവേട്ടയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മരത്തിലും പോസ്റ്റിലും ഇടിച്ചു. വാഹനത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥിയായ വിഘ്നേഷ്, ആയ സജല എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബാക്കിയുള്ളവർക്ക് ആര്യനാട് ആശുപത്രിയിൽ ചികിത്സ നൽകി. ഇവരിൽ ചിലരെ SIT ആശുപത്രിയിൽ കൊണ്ടുപോയി. പരിക്കേറ്റ കുട്ടികൾ ഇവരാണ്: വൈഷ്ണവി, ഹരികൃഷ്ണൻ, മുഹമ്മദ് സിയാൻ, ഫെബിരാജ്, ഹരിഗോവിന്ദ്, അമേയ, സഫർഖാൻ, ഗോപിക, വൈഗ, തേജസ്, ദിയാരാജ് എന്നിവരാണ് ആശുപത്രിയിലുള്ളത്. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ജയനെ ആര്യനാട് പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നെടുമങ്ങാട് കൈരളി അമൃത വിദ്യാലയത്തിൻ്റെതാണ് വാഹനം. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് സംശയം. കൈരളി നെടുമങ്ങാട് കൈരളി സ്കൂളിലെ ബസ് സാധാരണ സ്കൂളിന്റെ സമയം കഴിഞ്ഞിട്ട് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഒരു 4:30 മണി അടുപ്പിച്ച് പള്ളിവട്ട കടുവപ്പുഴയ്ക്ക് സമീപം ഈ ബസ്സിൽ പോകുമ്പോൾ വളരെ സ്പീഡൊന്നും ഉള്ളതായിട്ട് പരിസരത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു ബദാം മരത്തിലേക്ക് ഇടിച്ച് നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ 12 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അതിലൊരു ആയയും. 12 കുട്ടികൾക്കാണ് ഈ അപകടത്തിൽ പറ്റിയത്. ഈ ആയക്ക് ചെറിയ പൊട്ടലുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു കുട്ടികളുടെ ചുണ്ടും പല്ലും ഒക്കെ തന്നെ ഇടിക്കുകയും അതുപോലെ നെറ്റിയും കവിളിടമൊക്കെ തന്നെ ഇടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പം നിലവിൽ പ്രാഥമികമായ ശുശ്രൂഷ ബാക്കി 11 കുട്ടികൾക്ക് കൂടെ കൊടുത്തു ആര്യനാട് CSCയിൽ. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരു കുട്ടിയെയും അതുപോലെ ആയയെയും നേരെ മെഡിക്കൽ കോളേജിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ പൊട്ടലിൻ്റെ ഒരു ഇത് കൂടെ ഉള്ളത് കൊണ്ടാണ് അവരും വലിയ അപകടനില ഇല്ല എന്നാണ് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാവരും സമയത്ത് തന്നെ ഇവിടെ എത്തി അതിന് വേണ്ടുന്നുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തി. ഡോക്ടറും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്ന രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ആസ് യൂഷ്വല് സ്കൂൾ ബസ് പുറപ്പെട്ടു. ഞാൻ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വന്നു, ബസ് ഒരു മരത്തിൽ ഇടിച്ചുകൊണ്ട്. ഉടനെ തന്നെ ഞാൻ ഇവിടെ എത്തിയാണ് ചെയ്തത്. ഇവിടെ കുറച്ച് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് വന്നായിരിക്കും ഇടിച്ചിട്ടുണ്ടാകുക. ചുണ്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ പാരൻസ് ഉടനെ തന്നെ എത്തി വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവർ പോയി, വീടുകളിൽ പോയി. ഒരു കുഞ്ഞിന് മാത്രം ചെറിയ പ്രോബ്ലം ഉണ്ട്. അത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിരിക്കണം. അത് പല്ലിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും ഡ്രൈവർക്ക് പരിക്കില്ല. അറിയില്ല, ഡ്രൈവർക്ക് പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തെ. ഉണ്ടായിരുന്ന ആന്റിക്ക് പരിക്കുണ്ട്. ആന്റിയെ കൂടി മെഡിക്കൽ കോളേജിൽ വിട്ടിരിക്കുകയാണ്. കയ്യിൽ ചെറിയ പൊട്ടലുണ്ടോ എന്നൊരു ഡൗട്ട്, പെയിൻ ഉണ്ട്. പിന്നെ മറ്റേ ആ കുഞ്ഞിനും ഈ ഫ്രണ്ടില് പല്ലിന് പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ഈ ഫ്രണ്ടിലോട്ട് വന്ന് ഇടിച്ചതാണത്. കുട്ടികളുടെ തലയൊന്നും ഇടിച്ചിട്ടില്ല ആരെയും. എല്ലാവരുടെയും ചുണ്ടിന് ചെറിയ ഒരു 3-4 കുട്ടികൾക്ക് ചുണ്ടിന് മുറിവുണ്ട്. ഇത് നമ്മളിപ്പോ ഈ ഡ്രൈവറോട് ചോദിക്കാൻ പറ്റിയിരുന്നോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും? ഡ്രൈവറോട് ഞാൻ ചോദിച്ചു. അത് ഇപ്പം അവര് ചോദിച്ചിട്ടുണ്ടാവണം, പോലീസ് ചോദിച്ചിട്ടുണ്ടാവണം. എനിക്ക് ചോദിക്കാൻ പറ്റി, ഞാൻ കണ്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളോടൊപ്പമാണുള്ളത്. ഓക്കെ, താങ്ക് യു.